ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഹാപ്പി വിഷു. അപ്പോൾ എല്ലാവരും വിഷു ഒക്കെ നന്നായിട്ട് ആഘോഷിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിഷുവിൻ്റെ തലേ ദിവസം സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടൊക്കെ വന്ന് പിറ്റേ ദിവസം കണി കാണാനുള്ള കാര്യങ്ങളെല്ലാം ശരിയാക്കി വെച്ചിട്ടുള്ള ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം നന്നായിട്ട് തന്നെ ഒരുക്കിയിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. വെള്ളരീനെ കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊടിച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കുട്ടപ്പനാക്കിയിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ചേച്ചിയുടെ മോളും ചേച്ചിയും കൂടിയാണ് അതൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സമയം അമ്മ അടുക്കളയിൽ പിറ്റേ ദിവസം സദ്യ വയ്ക്കാനുള്ള കഷ്ണങ്ങളൊക്കെ നുറുക്കണതിൻ്റെ തിരക്കിലും കാര്യങ്ങളിലൊക്കെയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കിടന്നുറങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം ലേറ്റായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കിടന്നുറങ്ങി. പിറ്റേ ദിവസം ഒരു 4 മണിയൊക്കെ ആയപ്പോൾ അമ്മ എഴുന്നേറ്റ് ഞങ്ങളെല്ലാവരും വിളിച്ച് കണിയൊക്കെ കാണിച്ചു. അങ്ങനെ എന്തായാലും ഈ വർഷം നല്ല ഐശ്വര്യപൂർണ്ണ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെ ആ ദിവസം തുടങ്ങി. അങ്ങനെ ഞങ്ങൾ പൂനെയിൽ ധാനൊരിയിലുള്ള അയ്യപ്പൻ്റെ ഒരു അമ്പലമുണ്ട്, അവിടേക്ക് പോവാണ്. അങ്ങനെ അവിടെ എത്തി ഞങ്ങളെല്ലാവരും നന്നായിട്ട് തന്നെ തൊഴുതു. മെയിനായിട്ട് അയ്യപ്പൻ്റെ അമ്പലമാണെന്നുണ്ടെങ്കിലും അവിടെ ഉപപ്രതിഷ്ഠകളായിട്ട് കൃഷ്ണനും പിന്നെ ദേവി, മുരുകൻ, ഗണപതി, ശിവൻ, മുത്തപ്പൻ, അങ്ങനെ പിന്നെ നവഗ്രഹങ്ങൾ, അങ്ങനെ ഒട്ടുമിക്ക ദൈവങ്ങളും അവിടെ ഉപപ്രതിഷ്ഠകളായിട്ട് ഉണ്ട് കേട്ടോ. അവിടെയും കണിക്കുള്ളതൊക്കെ നല്ല ഭംഗിയായിട്ട് ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കാണുന്നത് അവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചതിനേക്കാളും കൂടുതൽ തിരക്കുണ്ട്. പൂനെയിലത്തെ ഒരുവിധം മലയാളികളും അവിടെ എത്തിയിട്ടുണ്ടെന്നാണ് തോന്നണത്. നല്ല തിരക്കുണ്ടായിരുന്നു. നല്ല അമ്പലമാണ് കേട്ടോ. മൊത്തത്തിൽ എല്ലാവർക്കും തന്നെ അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞാൽ തന്നെ ഒരു പോസിറ്റീവ് വൈബാണല്ലോ. അപ്പോൾ ഇതാ കാണുന്നത് ശിവൻ്റെ ഇതാണ് കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് തന്നെ നവഗ്രഹങ്ങളുടെയാണ്. പിന്നെ ഈ ചില്ലിട്ട ആ ഒരു ഇതിൽ കാണുന്നത് മൊത്തത്തിൽ നല്ലൊരു വൈബാണ് കേട്ടോ. ശരിക്കും നമ്മൾ ഏത് അമ്പലത്തിൽ പോയാലും നമുക്കൊരു പോസിറ്റീവ് വൈബ് തന്നെയാണ്. മനസ്സിനൊരു ശാന്തതയും ഒക്കെ കിട്ടുന്നൊരു സ്ഥലം തന്നെയാണല്ലോ അമ്പലം എന്ന് പറയണത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് വേഗം തന്നെ പോന്നു. ഇനി വീട്ടിലേക്ക് ചെന്നിട്ടും അവിടെയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അമ്മ അവിടെ സദ്യക്കുള്ളതൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോയി. പിന്നെ കൈനീട്ടം കൊടുക്കുന്നതിൻ്റെ ചടങ്ങിലേക്കാണ് പിന്നെ കടന്നത്. അങ്ങനെ അപ്പൂസ് അവൻ്റെ വലിച്ചൻ്റെ നിന്ന് കൈനീട്ടമൊക്കെ വാങ്ങി സന്തോഷമൊക്കെ ആയി പോസൊക്കെ ഇട്ട് പോയി. അതിനുശേഷം പിന്നെ എനിക്കാണ് കൈനീട്ടം തന്നത്. അപ്പോൾ ചേച്ചി ചേട്ടനോട് പറയുമായിരുന്നു അവൾക്ക് ഫുള്ളായിട്ട് കുമ്പിടാൻ പറ്റില്ല കേട്ടോ എന്ന്. എനിക്ക് ഒരു നട്ടലിനെ ഒരു മേജർ സർജറി കഴിഞ്ഞിട്ട് 1.5 കൊല്ലം ആവണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഫുള്ളായിട്ട് കുമ്പിടാൻ പറ്റില്ല കേട്ടോ. അതാണ് സംഭവം. അതിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നീട് ഞാൻ പറയാം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചേച്ചിയുടെ മക്കൾക്ക് 2 പേർക്കും കൂടി കൈനീട്ടം കൊടുക്കുന്നതാണ് കാണുന്നത്. പിന്നെ അങ്ങനെ എല്ലാവർക്കും കൊടുക്കണതൊക്കെ ഉണ്ട് കേട്ടോ. അത് പിന്നെ വീഡിയോ ലെങ്തായി പോവില്ലേ, അതുകൊണ്ട് ഞാൻ മുഴുവനായിട്ട് എല്ലാതും ഉൾക്കൊള്ളിച്ചിട്ടില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ സദ്യ കഴിക്കുന്നതിന് മുന്നായിട്ട് ഉള്ള ഫോട്ടോ സെഷൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു. മാക്സിമം നന്നായിട്ട് തന്നെ ചെറുപറാന്ന് പറഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്തു. ഇങ്ങനെ വല്ലപ്പോഴല്ലേ എല്ലാവരും കൂടി ഇങ്ങനെ ഒത്തുകൂടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം നല്ലോണം ഫോട്ടോസ് എടുത്തു കൂട്ടി. ഇതൊക്കെ ഒരു ഓർമ്മയല്ല എല്ലാവർക്കും, ഇതൊക്കെയല്ല ഒരു സന്തോഷം ജീവിതത്തിൽ. അപ്പോൾ ഇതിൽ മെയിനായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ കുറവ് നന്നായിട്ടുണ്ട്. അത് വേറെ ആരുമല്ല, സുനീഷേട്ടനാണ്. സുനീഷേട്ടന് വരാൻ സാധിക്കാത്ത തന്നെ സുനീഷേട്ടൻ്റെ കുറവ് നന്നായിട്ടുണ്ട്. നന്നായിട്ട് സുനീഷേട്ടനെ മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു അവസരത്തിൽ. പിന്നെ കഴിഞ്ഞ വർഷം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിഷു അങ്ങനെ ആഘോഷിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. എൻ്റെ സർജറി കഴിഞ്ഞിട്ട് ഇരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ വിഷു ആഘോഷിക്കാനൊന്നും എനിക്ക് പറ്റിയില്ല. എന്തായാലും ഇത്തവണത്തെ വിഷു സദ്യയൊക്കെ ഉണ്ട്, സന്തോഷമായിട്ട് ആഘോഷിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ, ലവ് യു ഓൾ, താങ്ക്സ് ഫോർ വാച്ചിങ്.